ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണക്കാൻ വെച്ചിരുന്ന വടുകപ്പുളി നാരങ്ങയാണ്. ഏകദേശം നമ്മൾ ഒരാഴ്ചയോളം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു കിലുങ്ങുന്ന പരുവത്തിന് ആയി കിട്ടിയത്. ഇങ്ങനെ നല്ലപോലെ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് അച്ചാറിടാൻ പറ്റുമേ. ഇത് തന്നെ വേണമെങ്കിലും നമുക്ക് അച്ചാറിടാം. അതിൻ്റെ കൂടുതൽ ഈന്തപ്പഴവും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അച്ചാറിടാം. പകുതി ഈന്തപ്പഴവും പകുതി നാരങ്ങയും കൂടി കൂട്ടി നമുക്ക് അച്ചാറിടാൻ പറ്റും കേട്ടോ. പിന്നെ ഏകദേശം നമ്മളൊരു 8 നാരങ്ങയോളം ഉണങ്ങിയപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇത് ഉണങ്ങി വരുമ്പോഴത്തേനും തീരെ കുറഞ്ഞു പോകും. പിന്നെ നമ്മളിത് അച്ചാറിടുമ്പോൾ നമുക്ക് ഈ നല്ല ഉണങ്ങിയ നാരങ്ങ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഇത് നല്ലപോലെ അബ്സോർബ് ആകും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ നാരങ്ങ ഇടുമ്പോൾ നല്ലപോലെ തിളപ്പിച്ചാറിയ വെള്ളം, സാധാരണ അച്ചാറിന് ഉപയോഗിക്കുന്നതിനേക്കഞ്ഞ് ഇരട്ടിയോളം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മളോർക്കും കൂടുതലായിരിക്കും എന്ന് ഓർക്കും, പക്ഷേ നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. അന്നേരം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് വീണ്ടും നല്ല ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പം വടുകപ്പുളി നാരങ്ങയുള്ളവർക്ക് ഇങ്ങനെ ഉണങ്ങി സൂക്ഷിച്ച് വെക്കുക. ആവശ്യത്തിനൊക്കെ എടുത്ത് അച്ചാറിടാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ.